സഫറിങ് ഫോർ ജീസസ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടത സഹിക്കുക. അത് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാകില്ലേ? സഫറിങ് ഫോർ ക്രൈസ്റ്റ്. എൻ്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടും, ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടും, അപ്പനമ്മമാർ മക്കൾക്ക് വേണ്ടി, മക്കൾ ചിലപ്പം അപ്പനമ്മയെ നോക്കി നിന്നിരിക്കുക, അതിനൊക്കെ കഷ്ടപ്പാടെന്ന് ചെയ്യുന്ന മക്കളുണ്ട്. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി, അവന് വേണ്ടി കഷ്ടപ്പെടാൻ എത്ര പേര് തയ്യാറാവും? അങ്ങനെയുള്ളവരാണ് ഈ കന്യാസ്ത്രീകളായിട്ട്, അച്ഛന്മാരായിട്ട് ഒക്കെ പോകുന്നവർ, അതുപോലെ ഫുൾ ടൈം ദൈവത്തിൻ്റെ വിലയ്ക്ക് പോകുന്ന മിഷനറീസ്. അവരെയൊക്കെ സമ്മതിക്കണം, നമ്മളവരെ മാനിക്കണം. ക്രിസ്തുവിന് വേണ്ടി ഒരു ഉടമ്പടി എടുത്ത് ഇറങ്ങി എന്ന് പറയുന്ന അവർക്ക് മാത്രമുള്ള ജോലിയല്ല ഇത്, നമുക്കുമുണ്ട്. നമ്മളെ ആക്കിയ സ്ഥിതിയിൽ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ അവൻ ഇറങ്ങി വന്ന് നമ്മളെ അവൻ ഉന്നത പദവിയിലാക്കും. എപ്പോഴും ഈ സഫറിങ് ഫോർ ക്രിസ്തു എന്ന് പറയും, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയമാണ്. പക്ഷെ അത് ഭയമല്ല, അതൊരു സന്തോഷമാക്കി തരും. അതായത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ മക്കൾ പഠിക്കാനായിട്ട് സ്കൂളിൽ പോകുക, അവർ പഠിക്കത്തില്ലെങ്കിൽ നമുക്ക് ആ വിഷയം നന്നായിട്ട് അറിയാമെങ്കിൽ നമ്മളത് പഠിച്ചിട്ട് അവരെ പഠിപ്പിച്ച് കഴിയുമ്പം അവർ ക്ലാസ്സിൽ ഫസ്റ്റാകും. സന്തോഷം മക്കളെക്കാട്ടി കൂടുതൽ ആർക്കാ? എനിക്കാണ്, ഞാൻ പഠിപ്പിച്ചത്. അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു വലിയ സന്തോഷം, ഒരു വലിയ വിളവെടുപ്പ് നമുക്ക് ദൈവം തരും. അത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനുള്ളൊരു കൃപ വരുന്നത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ്. അല്ലാതെ കേൾക്കുമ്പോൾ നമ്മൾ വെൽ ആൻഡ് ഗുഡ്, നമ്മളെ വിളിച്ച് നമ്മൾ പോയി. പക്ഷെ അങ്ങനെയല്ല, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്ക് വിവാഹം നടക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ചിലതൊക്കെ നടന്നുകൊണ്ട് ചിലത് നടക്കേണ്ടതുണ്ട്. പക്ഷെ ആ പ്രാർത്ഥിച്ച് കല്യാണം നടത്തുമ്പം നമ്മൾ ആ വിവാഹത്തിന് അറ്റൻഡ് ചെയ്യുന്നതും പ്രാർത്ഥിക്കാതെ ചുമ്മാതെ വിളിച്ചിട്ട് പോകുമ്പോൾ പ്രാർത്ഥന ഒരു കല്യാണത്തിന് രണ്ടും രണ്ടാണ്. നമ്മൾ പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം വരുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളതിൻ്റെ ഭാഗവത്തെ, നമ്മളും ആ കുടുംബത്തിൻ്റെ അംഗം പോലെ തോന്നിക്കും, ഇല്ലേ? ഐ റിമെമ്പർ ഒരു കാലത്ത് കല്യാണം കഴിപ്പിക്കാൻ ഒരു പൈസ ഇല്ലാത്തൊരു വീടാണ്. അവർ വളരെ സങ്കടത്തോടെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ നമ്മളിങ്ങനെ തന്നെ കർത്താവേ, ആ കുഞ്ഞിന് കല്യാണം നടത്തുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ പൈസ ഇല്ല, ആ കൊച്ചന് നല്ല മനസ്സ് കൊണ്ടിട്ട് അവൾക്കൊന്നും ചോദിക്കാതെ അങ്ങോട്ട് കൊടുക്കാൻ മനസ്സുള്ളവനായിരിക്കും. പറഞ്ഞ പോലെ തന്നെ ആ കൊച്ചൻ ആ പെൺകുട്ടിയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം വീട്ടിൽ വന്ന് വേണ്ടതെല്ലാം ഏൽപ്പിച്ചേച്ചു പോയി. അങ്ങനെയുള്ളവരും ഉണ്ടോ? ഉണ്ട്. അതാണ് സന്തോഷം. ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ നീ എപ്പോൾ തയ്യാറാവുമോ? കഷ്ടം ഒരു കാര്യമല്ല. കാരണം ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എനിക്ക് എന്നുള്ള ആഗ്രഹം. ക്രിസ്തു ചില കാര്യങ്ങൾ പറയുന്നത് വ്യക്തിപരമായിട്ട് പറയുമ്പോൾ അത് ചെയ്തെടുത്താൽ എന്നെക്കാട്ടി കൂടുതൽ സന്തോഷിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്. അപ്പം ഇഫ് യു സഫർ വിത്ത് ജീസസ് ഇൻ ദ pathway of love because he is your supreme treasure, then it will be apparent to the world that your heart is set on a future, on a fortune different from theirs. That's why Jesus commands us to deny ourselves and take up the cross and follow him. അതായത് നമ്മൾ ക്രിസ്തു വിളിക്കുമ്പം ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പാട് സഹിച്ചിട്ട് അവൻ്റെ പുറകെ പോകണമെങ്കിൽ അതിന് ഞാൻ വലിയ വില കൊടുത്തിട്ടുണ്ട്, സുപ്രീം വാല്യൂ. കഴുത്തേൽ ഡയമണ്ട് ഇട്ട് കാതേൽ ഡയമണ്ടും തൂക്കിയിട്ടിട്ട് ഞാൻ വലിയ ആളെന്ന് കാണിക്കുന്നതിനെക്കാട്ടിലും ഈ ലോകത്തിലുള്ളതെല്ലാം എൻ്റേതാണെന്ന് വിളിച്ചു പറയുന്നതിനെക്കാട്ടിലും യേശുവിൻ്റെ സ്നേഹത്തിനാണ് കൂടുതൽ വിലയെന്ന് കൊടുക്കുമ്പോൾ അവന് വേണ്ടി ഏത് പ്രശ്നം സഹിക്കാനും നമ്മൾ സന്തോഷം കണ്ടെത്തും. നമ്മുടെ മക്കൾക്ക് വേണ്ടി സഹിക്കുന്നതിന് നമ്മൾ അവർക്കത് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊരു സന്തോഷം. ആ കഷ്ടപ്പാടൊരു കഷ്ടപ്പാടല്ല. മക്കൾക്ക് വേണ്ടി മമ്മി ഒന്ന് നടന്നിവിടം വരെ വരുമോ, അല്ലെങ്കിൽ അങ്ങോട്ടം വരുമോ, നമ്മൾ ഓടിച്ചെല്ലും. കാറുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കത്തില്ല. കാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അടുത്താണെങ്കിൽ ഓടിപ്പോകും. കാറുണ്ടേ കാറേ ചെല്ലും. അപ്പോൾ സഫറിങ് ഫോർ ജീസസ് ഈസ് ടെമ്പററി. ഈ ക്രിസ്തുവിന് വേണ്ടി സഹിക്കാന്ന് പറഞ്ഞാൽ എന്നേക്കുള്ള കഷ്ടമല്ല. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം, ഇല്ലേ? കൊരിന്ത്യനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ കഷ്ടം വരുന്നുള്ളത് ഷുവറാണ്, പക്ഷേ ഇതെന്നുമുള്ള കഷ്ടമല്ല. ഈ അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം ദൈവത്തിൻ്റെ തേജസ്സിനായിട്ട് ദൈവം 2 കൊരിന്ത്യർ 4 അങ്ങനെ പറയുന്നത്. അത് വായിക്കാം. 2 കൊരിന്ത്യർ 4:16-17 അപ്പം വായിക്കുന്നത്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം,
കാണാത്തതോ നിശ്ചയം. അപ്പം നിശ്ചയമായ ഒരു കാര്യത്തിന് വേണ്ടി അല്പകാലത്തേക്ക് കഷ്ടം. അപ്പോൾ ഈ നമ്മൾ ലോകത്തിൽ ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കുക, അതിനൊക്കെ കഷ്ടപ്പാടെടുത്തിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അതെന്താ? വരാൻ പോകുന്ന നന്മയെ ആഗ്രഹിച്ചുകൊണ്ട്. അങ്ങനെയെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവും ജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവിന് വേണ്ടി അല്പം കഷ്ടം സഹിക്കുന്നത് ഒരു സാരവുമില്ല, എനിക്കത് നല്ലതാണ് എന്ന് എത്ര പേര് പറയും? നമ്മുടെ മക്കൾ ക്രിസ്തുവിനാകാൻ വേണ്ടി നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും ചില സന്ദർഭങ്ങളിൽ. കാരണം അവർ നമ്മൾ കാണുന്ന പോലെ യേശുവിനെ കാണുന്നു. ഒന്നാമത് പ്രായ വ്യത്യാസം, രണ്ട് ലോകത്തിൻ്റെ ഗതികൾ മാറിയിരിക്കുകയാണ്. ജഡത്തിൽ അങ്ങേയറ്റം സുഖങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. അടുത്ത തലമുറ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഇപ്പം കിട്ടിയില്ല പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞെന്ന് പേരൻസ് പറഞ്ഞു, ആ കുട്ടി വീടിന് മുകളിൽ നിന്ന് ചാടിച്ചെത്തുന്നു. ഒന്നും പറയാൻ വയ്യാത്ത കാലം. ഇതിലൊക്കെയാണോ ജീവൻ്റെ ഇരിപ്പ് ഉറപ്പിടും? നമ്മുടെ ജീവനൊരു വിലയില്ലേ? അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട വിധത്തിൽ നമുക്ക് പഠിപ്പിക്കാനും അറിയത്തില്ലയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12:25, whoever loves his life will lose it. Whoever hates his life in this world will keep it for eternal life. യോഹന്നാൻ്റെ 12:25. നമ്മൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ത്യജിക്കണം, അല്ലാതെ നമുക്ക് സ്വന്തം കാര്യത്തിന്. 12:25 ഇങ്ങനെയാണ് വായിക്കുന്നത്: തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പോൾ നമ്മൾ തന്നെ സുഖത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ നിത്യജീവനെയാണ് കളയുന്നത്. എന്നാൽ നിത്യജീവന് വേണ്ടി ഈ ലോകത്തിലെ കഷ്ടം സഹിക്കുന്നത് നല്ലത്. കഷ്ടം, അതായത് there is no gain without pain. No pain, no gain. ഇപ്പോൾ എനിക്കൊരു മനസ്സിലാക്കുന്ന ഒരു സത്യം, വിത്തൗട്ട് സാക്രിഫൈസ്, വിത്തൗട്ട് സാക്രിഫിഷ്യൽ ലവ് there is no real love. സാക്രിഫൈസ് ചെയ്യാനുള്ള മനസ്സ് പോകുമ്പോൾ നിൻ്റെ സ്നേഹം മാറി. ഭർത്താവ് എനിക്ക് എന്നും കാശ് കൊണ്ട് തന്നപ്പോൾ അയാളെ സ്നേഹിച്ചു, അയാൾക്ക് അസുഖമായപ്പോൾ എനിക്ക് സ്നേഹിക്കാൻ തീർന്നു. യു നെവർ ലവ്ഡ് ഹിം. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കണം. എങ്ങനെ കുടുംബജീവിതത്തിൽ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നവർ പിന്നെ അവരെ വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകുന്നു എങ്കിൽ യു നെവർ ലവ്ഡ് ഹിം. നീ ഒരിക്കലും അവനെ ഇഷ്ടപ്പെട്ടില്ല, ചുമ്മാ നിൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച്. അതുതന്നെയാണോ യേശുവിനോട് നമ്മൾ ചെയ്യുന്നത്? ആർ യു സഫറിങ് ഫോർ ക്രൈസ്റ്റ് വിത്ത് പ്ലഷർ? ദൈവത്തിന് വേണ്ടി. ഇതൊന്നും സാരമില്ലെന്ന് നമ്മൾ ചിലർ കഷ്ടപ്പെടുന്നുണ്ട്. അയ്യോ നിങ്ങൾ അത്രയും കഷ്ടപ്പെടും, അതെന്താ? എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ, അതിനെന്താ? നിങ്ങൾക്കെന്താ പ്രശ്നം? എൻ്റെ യേശുവിന് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത്, നിങ്ങൾക്കെന്താ പ്രശ്നം ചോദിക്കാൻ അറിയാമോ? അതിനുള്ള ധൈര്യം വരണം. ദൈവത്തിന് വേണ്ടി അല്പകാലത്തേക്ക് കഷ്ടം സഹിച്ചത് അധിക ശക്തിയോടെ, അത് ഗമയായിട്ട് തന്നെ പൗലോസ് എഴുതിയതാണ് മുമ്പേ വായിച്ചത്. അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം, അത് കർത്താവ് തരുന്ന പ്രതിഫലം ചെറുതൊന്നുമല്ല. കർത്താവ് പറയുന്നത് ഈ മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നുണ്ട്, നീ ഇവിടെ അന്ത്യകാലത്തിൽ എൻ്റെ സുവിശേഷം ചെന്ന് എല്ലായിടത്തും പറ, ഐ വിൽ ബി വിത്ത് യു ഓൾവേസ് ടു ദി എൻഡ് ഓഫ് ദി ഏജ്. അവസാനം വരെ എൻ്റെ കൂടെ നിൽക്കാമെന്ന് ഒരാളെ പറഞ്ഞിട്ടുള്ളെന്നേ, ബാക്കിയുള്ളവരെല്ലാം മാറിപ്പോകും. അതിലുറച്ച് നിൽക്കുമ്പം വേറൊരു ശക്തിയുണ്ട്, അത് നമുക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ 28 സുവിശേഷം പറഞ്ഞിട്ട് പറയുന്നത് 28 ഏകദേശം 20 ഇങ്ങനെയാണ് പറയുന്നത്. അതിനു മുമ്പ് പറഞ്ഞ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സുവിശേഷം പറയണം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഉണ്ട്, ഇതാ പറയുന്നത്. അതുതന്നെ യോഹന്നാൻ്റെ 15:11 പറയുന്നത്, ദീസ് തിങ്സ് ഐ ഹവ് സ്പോക്കൺ ടു യു ദാറ്റ് യു മൈ ജോയ് മേ ബി ഫുൾ ഇൻ യു, ദാറ്റ് യുവർ ജോയ് മേ ബി കംപ്ലീറ്റ്. യോഹന്നാൻ്റെ 15:11 നിൻ്റെ സന്തോഷം പൂർണ്ണമാക്കാനായിട്ട്. ഇതെന്തുമാത്രം എനിക്ക് സന്തോഷം തരാൻ ദൈവം എന്തുമാത്രം ആഗ്രഹിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും. 15:11 ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ 15 എന്ന് പറയുമ്പോൾ ഉടനെ ഓർമ്മ വരേണ്ടത് മുന്തിരിയും വള്ളിയുമാണ്. 15:11 പറയുന്നത്, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. പൂർണ്ണതയുണ്ടോ? കർത്താവിൻ്റെ അടുക്കൽ
കഷ്ടമൊന്നും വലുതെന്ന്. ഈ കർത്താവിൻ്റെ സന്തോഷത്തിലേക്ക് കിടക്കണമെങ്കിൽ ചിലതൊക്കെ വേണ്ടെന്ന് വെക്കണം. ഒന്നാമത് ഈ ലോക സുഖങ്ങൾ ഒത്തിരി വേണമെന്നുള്ളതൊക്കെ മാറിയിട്ട് ബ്രേക്ക് അവേ ഫ്രം സർട്ടൻ പീപ്പിൾ, ഫ്രം സർട്ടൻ പൊസിഷൻസ്, സർട്ടൻ വൊക്കേഷൻസ്. ചില ജോലികൾ എനിക്ക് ദൈവത്തിനോട് ചേരുന്നതല്ല. ചിലർ ഈ ഒളിമ്പിക്സിലൊക്കെ പോകുന്നുണ്ട്, ഞായറാഴ്ച അവർ കളിപ്പിക്കുകയാണ്, അവർ പറയും ഞങ്ങൾ ചേരത്തില്ലെന്ന് പറയും. അങ്ങനെ നിൽക്കുന്നവരുണ്ട്. ചിലർ കളിക്കും, പക്ഷേ ദൈവത്തിനോട് നിൽക്കുന്നവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഇല്ലേ? ആ ജമേമ എന്ന് പറഞ്ഞ ആ കുട്ടിയൊക്കെ ജയിച്ചിട്ട് ദൈവത്തിന് ആ മഹത്വം കൊടുത്തത്. ചില മനുഷ്യരോട് മാറി നിൽക്കണം, ചില സംഗതികളിൽ നിന്ന് മാറണം, ചില ജോലികൾ നമുക്ക് ചേർന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ ജോലികൾ ദൈവത്തിന് വിപരീതമാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനുള്ള കൃപ വരണം. കർത്താവിനെ തന്നെ ഫോളോ ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി തിരിച്ച് കർത്താവിൻ്റെ പുറകെ തിരിഞ്ഞ് നടക്കുന്നത്, കർത്താവിൻ്റെ പുറകെ നടക്കുന്ന എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നിനക്കൊരു വിളിയുണ്ട് എങ്കിൽ നീ അത് ചെയ്തിരിക്കും. എവിടെ പോയി, എവിടെ പോകാനാ? ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുക. അവന് വേണ്ടി സഹിക്കുന്നതൊരു നല്ല കാര്യം, ഒരു സന്തോഷമാണ്. നിന്ന് മുതൽ പറയാനുള്ള നാവായിട്ട് മാറട്ടെ. അല്പം കഷ്ടം, അതുകൊണ്ട് ദാവീദ് പറഞ്ഞു എനിക്ക് കഷ്ടം വന്നത് നന്നായി, അതിനാൽ ഞാൻ നിൻ്റെ ചട്ടങ്ങളെ പഠിച്ചു. കഷ്ടമില്ലാതെ ആരെങ്കിലും ചട്ടം പിടിച്ചിട്ടുണ്ടോ? ചെറുതെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ നീയാണ്. എനിക്ക് കഷ്ടം വന്നത് നന്നായെന്ന് ദാവീദ് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? കഷ്ടം വന്നതുകൊണ്ട് ഞാൻ നിൻ്റെ ചട്ടങ്ങളെ പഠിച്ചു. നിൻ്റെ വചനം എനിക്ക് വെളിച്ചമായിട്ട് നിൽക്കുന്നു. ആ വചനത്തിനുള്ള പ്രാധാന്യം കൊടുത്തു. കർത്താവേ, കഷ്ടം നിൻ്റെ പേരിൽ സഹിക്കുമ്പം ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ സ്തോത്രം. ജീവൻ്റെ കിരീടം, ദൈവത്തിൻ്റെ ആത്മാവിൽ വാടാത്ത കിരീടം, തേജസ്സിൻ്റെ കിരീടം, അതുപോലെ തന്നെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്ന ദൈവം കടന്നു വന്ന് നിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമ്പോൾ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കാരണം കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. അത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഈ കഷ്ടം യേശുവിന് വേണ്ടി സഹിക്കുന്നത് എന്നേക്കുള്ളത് അല്പകാലത്തേക്കേ ഉള്ളൂ. അല്പകാലം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെയും തലമുറകളെയും പഠിപ്പിക്കണമേ. അതിനത് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. ഒരു പ്രാർത്ഥന അയച്ചാൽ അതിന് ഉത്തരം വരും. എപ്പോഴാണെന്നറിഞ്ഞൂടെ, പക്ഷെ തീർത്തും ഉത്തരം തരും. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സകലതും യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.